നമസ്കാരം. പി.സി. ജോർജിനെ തൊട്ടു പോകരുതെന്ന് കോടതി ഉത്തരവ്. ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം കൊടുത്തുകൊണ്ട് കൃത്യമായി പറഞ്ഞത് അദ്ദേഹത്തെ തൊട്ടു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് വിധി പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ വരെ എല്ലാവരും കേട്ടത് അദ്ദേഹം മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് ശേഷം നേരെ ജയിലിലേക്ക് പോകുമെന്നാണ്. എന്നാൽ ഇപ്പോൾ ഉണ്ടായ സംഭവവികാസങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം പോലീസ് വീട്ടിലെത്തി. എല്ലാ സംവിധാനങ്ങളോടുകൂടി പിണറായി വിജയനും പി ശശിയും ഏത് വിധേനയെങ്കിലും പി.സി. ജോർജിനെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു പ്രത്യേക നിർദ്ദേശം കൊടുത്തത്. എന്നാൽ കൂളായി അദ്ദേഹം കോടതിയിൽ നേരിട്ട് ഹാജരായി. കോടതിയിൽ ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ, അതായത് പി.സി. ജോർജ് തന്നെ നിർമ്മിച്ചിട്ടുള്ള, കൊണ്ടുവന്നിട്ടുള്ള, ഈരാറ്റുപേട്ടയെ സമ്മാനിച്ചിട്ടുള്ള ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ അദ്ദേഹം നേരിട്ട് ഹാജരായി കോടതിയിൽ സറണ്ടർ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ ചെക്കപ്പ് കഴിഞ്ഞു. പിന്നീട് ഒരു ചെക്കപ്പ് കൂടി കഴിഞ്ഞപ്പോൾ പാലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അദ്ദേഹത്തിന് ECG വേരിയേഷൻ ഉണ്ടെന്ന് കണ്ടെത്തുകയും അവിടെയുള്ള പാലാ മജിസ്ട്രേറ്റ് നേരെ അദ്ദേഹത്തെ കോട്ടയത്തെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. കോട്ടയം മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിന് എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി ICUവിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു. ICUവിൽ അദ്ദേഹത്തിന് എല്ലാവിധ ചികിത്സയും സർക്കാർ ചെലവിൽ കൊടുക്കേണ്ടി വന്നു. സർക്കാർ ചെലവിൽ 3 ദിവസം ICUവിൽ AC റൂമിൽ സുഖ ചികിത്സ കിട്ടി. ഭക്ഷണം കൃത്യമായിട്ട് കിട്ടി. 2-3 ദിവസം റെസ്റ്റ് കംപ്ലീറ്റ്, അതായത് അദ്ദേഹത്തിന് ഫോൺ ഉപയോഗിക്കേണ്ട, വേറെ ആരെയും ബന്ധപ്പെടേണ്ട, സുഖമായിട്ട് റെസ്റ്റ് എടുത്ത് മരുന്ന് കഴിച്ച് അദ്ദേഹത്തിൻ്റെ എല്ലാ അസുഖങ്ങളും 3 ദിവസം കൊണ്ട് അത്യാവശ്യം എല്ലാം മാറി. BP, ഷുഗർ പ്ലസ് ECG, ഹാർട്ടിന് തകരാറായിരുന്നു. ഈ 3 എണ്ണത്തിന് സുഖമായി ചികിത്സ കിട്ടി. അതിനുശേഷം ഈരാറ്റുപേട്ട കോടതി ഇപ്പോൾ ജാമ്യം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ തൊട്ടു പോകരുതെന്നും ജയിലിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് പിണറായി വിജയന് കിട്ടിയ ഇരുട്ടടി തന്നെയാണ് ഇപ്പോൾ പി.സി. ജോർജിനെ പിടിക്കാൻ പോയി പുലിവാല് പിടിച്ചത്. നമുക്കറിയാം എത്ര തവണയാണ് പി.സി. ജോർജിനെ പിടിക്കാൻ പോയത്. ആദ്യം അദ്ദേഹത്തെ പിടിക്കാൻ പോയത് വീട്ടിൽ പോയിട്ട് തിരുവനന്തപുരത്ത് ഹിന്ദു മഹാസമ്മേളനത്തിൽ തീവ്രവാദ പ്രസംഗം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞ് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് മിന്നൽ വേഗത്തിൽ കൊണ്ടുപോയത്. എന്നാൽ അന്ന് തന്നെ കോടതി അപ്പോൾ തന്നെ ജാമ്യം കൊടുത്തു. അതോടുകൂടി പിണറായി വിജയന് വലിയ തിരിച്ചടിയായി. വീണ്ടും അദ്ദേഹത്തെ എറണാകുളത്ത് പാലാരിവട്ടം പോലീസ് വെണ്ണല ഉള്ള ഒരു അമ്പലത്തിൽ പ്രസംഗിച്ചു എന്നുള്ളതിന് പേരിൽ അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം തെളിവ് ഹാജരാക്കി. എനിക്കിത് എഴുതി തന്ന സാധനമാണ് ഞാൻ പ്രസംഗിച്ചത്, അതല്ലാതെ ഇതിനകത്ത് യാതൊന്നും തന്നെയില്ല എന്ന് കണ്ട് അവിടെ നിന്ന് അപ്പോൾ തന്നെ അദ്ദേഹത്തെ ചെന്നപ്പോഴേക്ക് തിരുവനന്തപുരത്ത് നിന്ന് മറ്റൊരു കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ആ കേസിൽ അപ്പോൾ തന്നെ ഒരു ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു. പിറ്റേ ദിവസം ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തെ നമ്മുടെ സരിതാ എസ് നായരെ കയറി പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. പരാതി അപ്പം കൊടുത്തു. അപ്പോൾ തന്നെ പിണറായി വിജയൻ ഉത്തരവിട്ടു. പി ശശിയും പിണറായി വിജയനോട് പ്ലാൻ ചെയ്തു. അപ്പോൾ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുപോയെങ്കിലും മജിസ്ട്രേറ്റ് ഇത് കേട്ട് കൃത്യമായി പി.സി. ജോർജ് പറഞ്ഞു ഇപ്പോൾ ഉണ്ടാക്കിയൊരു കേസാണ്, ഏതോ കാലത്ത് നടന്നു എന്ന് പറഞ്ഞിട്ടാണ് സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു അന്വേഷണം പോലും നടന്നിട്ടില്ല. ആരാണ് സരിതാ നായർ എന്ന് പറഞ്ഞാൽ പിണറായി വിജയനും ഗണേശനും കൂടി പ്ലാൻ ചെയ്ത് പാവപ്പെട്ട ഉമ്മൻചാണ്ടി അടക്കം പലരെയും കള്ളക്കേസിൽ കുടുക്കിയുള്ള ആളാണ്. ഇപ്പോൾ പി.സി. ജോർജിനെയും കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് അവിടെ ജാമ്യം കൊടുത്തു. അദ്ദേഹം തിരിച്ച് വീട്ടിൽ സുഖമായി എത്തി. ഇങ്ങനെ നിരന്തരമായി വേട്ടയാടിയ പി.സി. ജോർജിനെ അവസാനം ജനം TV-യുടെ ചാനൽ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈരാറ്റുപേട്ടയിലെ 39,000 വരുന്ന മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണെന്ന് അദ്ദേഹം ഒരു നാവുപിഴ സംഭവിച്ചു. പറഞ്ഞ് പ്രകോപനം ഉണ്ടാകുമ്പോൾ ചില നാവുപിഴ സംഭവിക്കുമല്ലോ, അത് സംഭവിച്ചു. പിറ്റേ ദിവസം അദ്ദേഹം പരസ്യമായി മാപ്പ് പറഞ്ഞു. നമുക്കറിയാം ഇസ്ലാം മതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ? ക്ഷമിക്കാനുള്ള കഴിവ്, കാരുണ്യം. അതാണ് 2 സഹാനുഭൂതി. ഈ 3 കാര്യങ്ങൾ പ്രാധാന്യമുള്ള മതമാണ്. ഖുർആനിലാകട്ടെ അള്ളാഹുവിലാകട്ടെ ഏറ്റവും ക്ഷമാശീലനാണ് അള്ളാഹു.
ക്ഷമ കൊടുക്കേണ്ടടുത്ത് അദ്ദേഹം മാപ്പ് പറഞ്ഞ് ഈ പറയുന്ന മുസ്ലിങ്ങളുടെ മുന്നിൽ തെറ്റുപറ്റിപ്പോയി, എൻ്റെ നാക്ക് പിഴയാണ്, എല്ലാ മുസ്ലിങ്ങളും അങ്ങനെയല്ല, എന്നാൽ തീവ്രവാദികളുണ്ട്, ഞാൻ അവർക്കെതിരെയാണ് പറഞ്ഞത്, തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അവിടെ അവസാനിക്കേണ്ടതാണ്. പക്ഷെ എന്നാൽ കയറിപ്പിടിച്ച് അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തു, അദ്ദേഹത്തിനെ കേസെടുത്ത ശേഷം അദ്ദേഹം മുൻകൂർ ജാമ്യം കോട്ടയം സെഷൻസ് കോടതി കൊടുക്കുന്നു, അത് തള്ളുന്നു. പിന്നെ ഹൈക്കോടതി തള്ളുന്നു. ഹൈക്കോടതി KV കുഞ്ഞികൃഷ്ണനായിരുന്നു കേസെടുത്തുന്നത്, അദ്ദേഹം തള്ളുന്നു. അങ്ങനെ തുടർച്ചയായിട്ട് അദ്ദേഹം കേസ് തള്ളിയോടെ അത് നേരെ പോയിട്ട് പോലീസ് സ്റ്റേഷൻ വന്ന് അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹൈക്കോടതി ജസ്റ്റിസ് KV കുഞ്ഞികൃഷ്ണൻ്റെ വിധിയിൽ അദ്ദേഹം നിരന്തരമായി ഇങ്ങനെ ചെയ്യുന്നതിനെ വിമർശിച്ചുകൊണ്ടുള്ള വിധിയെ തുടർന്ന് അദ്ദേഹം നേരെ പോലീസ് സ്റ്റേഷൻ ഹാജരാകണമെന്ന് പറയുന്നു. നേരെ പോലീസ് സ്റ്റേഷൻ ഹാജരാകാൻ പോകുന്ന സമയത്ത് പോലീസ് വീട്ടിലെത്തുന്നു, അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി വരുന്നു. എന്നാൽ തന്ത്രപരമായി വീട്ടിൽ ഷോൺ ജോർജ് ഇരുന്നു, അവിടെ പത്രക്കാരും പാർട്ടി പ്രവർത്തകരും നിരുന്നു. അത് കണ്ട് വിശ്വസിച്ച് ഇപ്പോൾ PC ജോർജ് പ്രത്യക്ഷപ്പെടുന്നുള്ള ധാരണയിൽ പോലീസ് കാവലിരുന്നു. പക്ഷെ അദ്ദേഹം നേരെ പോലീസിനെ വെട്ടിച്ച് തന്ത്രപരമായി ഈരാറ്റുപേട്ട കോടതിയിൽ ഹാജരാകുന്നു. അങ്ങനെ ഈരാറ്റുപേട്ട കോടതി അന്ന് അദ്ദേഹത്തെ 14 ദിവസത്തെ റിമാൻഡ് ചെയ്യുന്നു. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ ചെക്കപ്പിന് വിടുന്നു. മെഡിക്കൽ ചെക്കപ്പിന് ആദ്യം ചെയ്ത ചെക്കപ്പ് പോരാത്തതുകൊണ്ട് അങ്ങനെയാണ് പാലായിൽ കൊണ്ടുപോയി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് വേരിയേഷൻ കാണുന്നത്. അങ്ങനെ 3 ദിവസം സുഖമായി ICUവിൽ കഴിഞ്ഞ ശേഷം മടങ്ങിപ്പോരുന്നു. പിണറായി വിജയന് അദ്ദേഹത്തെ ജയിലടക്കാനുള്ള സകല വഴികളും തെരഞ്ഞെങ്കിലും ഒരു തരത്തിലും തൊടാനാവാതെ കോടതി തന്നെ ഇടപെട്ട് അദ്ദേഹത്തിന് ജാമ്യം നൽകിയിരിക്കുകയാണ്. ഇത് ശക്തമായ രൂപത്തിൽ പിണറായി വിജയന് ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ്. അതോടൊപ്പം BJP നേതാക്കന്മാർ അദ്ദേഹം ക്ഷമ പറഞ്ഞൊരു കാര്യത്തിൽ അദ്ദേഹത്തെ കൂടെ നിൽക്കേണ്ടതാണ്. എന്നാൽ കേരളത്തിലെ BJP നേതാക്കന്മാർ PC ജോർജിനോടൊപ്പം നിന്നില്ല. ഷോൺ ജോർജ് എന്ന് പറയുന്ന നേതാവ് കൊണ്ടുവന്ന പിണറായി വിജയനെതിരെയുള്ള കേസ് കേരളത്തിലെ BJPക്കാർക്ക് ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ്. ഇതുവരെ പിണറായി വിജയൻ്റെ ആസനം താങ്ങികളായി പിണറായി വിജയൻ്റെ ലാവലിംഗ് കേസും സ്വർണ്ണക്കളക്കടത്ത് കേസും അതേപോലെ ഡോളർ കടത്ത് കേസും അതേപോലെ തന്നെ ലൈഫ് മിഷൻ തട്ടിപ്പ് കേസും എല്ലാം ഒതുക്കി കൊണ്ടു നടന്ന കരുവന്നൂർ കേസും അടക്കം എല്ലാം ഒതുക്കി കൊണ്ടു നടന്ന് പിണറായി വിജയനും ഇവരും തമ്മിൽ ധാരണയിൽ പോവുകയാണ്. ആ സമയത്താണ് ഷോൺ ജോർജ് ഈ കേസുമായി മുന്നോട്ടിറങ്ങുകയും പിണറായി വിജയനെ കൊടുക്കാനുള്ള സകല പരിപാടികളുമായി മുന്നോട്ട് വരികയും ചെയ്യുന്നത്. ഇതിൽ പിണറായി വിജയനെ കൂടെ നിൽക്കുന്ന മുരളീധരൻ, K സുരേന്ദ്രൻ തുടങ്ങിയുള്ള പ്രവൃത്തികൾക്കൊന്നും തന്നെ സഹിക്കാവുന്ന കാര്യമായിരുന്നില്ല. PC ജോർജ് മകൻ വീണ പിണറായി വിജയനെയും മകളെയും അകത്താക്കാൻ പോകുന്ന സന്ദർഭത്തിലാണ് ഒരു നാക്ക് പിഴയിൽ ഈ കാര്യം വന്നപ്പോൾ കേരളത്തിലെ BJP നേതാക്കന്മാർ അവസാനം ആർക്കോ വേണ്ടി ചില പ്രസ്താവന ഇറക്കുകയും ഒരു സംരക്ഷണം പോലും കൊടുക്കാതെ ഇട്ട് കളിപ്പിക്കുകയും ചെയ്തത്. എന്തായാലും അതിൽ അവർക്കും കൂടിയുള്ള തിരിച്ചടിയാണ് ഈരാറ്റുപേട്ട കോടതിയുടെ ജാമ്യം കൊടുത്തുകൊണ്ടുള്ള വിധി. ഇത് വലിയ തിരിച്ചടി തന്നെയാണ് എന്ന് തീർത്തു പറയാൻ പറ്റും. കാരണം PC ജോർജിന് ഇന്നേ വരെ കോടതിയിൽ നിന്ന് നീതി മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. ആ നീതി ഇപ്പോഴും കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ആവേശത്തോടെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് 100 കണക്കിന് BJP പ്രവർത്തകർ അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്ത് അദ്ദേഹത്തിൻ്റെ അവിടെ നിന്ന് അദ്ദേഹത്തെ ഇറക്കിക്കൊണ്ടുവരാനും അദ്ദേഹം ജാതിയായി ഈരാറ്റുപേട്ടയിലേക്ക് പോകാനുമുള്ള തയ്യാറെടുപ്പിലാണെന്നുള്ള വാർത്തകളാണ് വരുന്നത്. 100 കണക്കിന് വാഹനങ്ങളാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കോടതി വിധി കിട്ടി അത് എത്തിക്കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവിടെ നിന്ന് അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിച്ച് ഈരാറ്റുപേട്ടയിലേക്ക് കൊണ്ടുപോകും. അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ അദ്ദേഹത്തിന് വലിയ മൈലേജാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തെ തൊടാൻ പറ്റിയില്ല പിണറായി വിജയന് എന്നുള്ളത് തന്നെയാണ് അത് പ്രത്യേകത. PC ജോർജിന് അങ്ങനെയൊന്നും ജയിലടയ്ക്കാൻ പറ്റില്ല പിണറായി വിജയൻ എന്ന് മനസ്സിലായില്ലേ? ഇതൊരു പാഠമായിരിക്കണം. കാണുന്ന ആളുകളെയെല്ലാം കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കുന്ന പിണറായി വിജയൻ എന്ന ഫാസിസ്റ്റിന് കിട്ടുന്ന ഏകാധിപതിക്ക് തിരിച്ചുകിട്ടി കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ കോടതിയിൽ നിന്നുള്ള വിധി എന്ന് പ്രത്യേകം പറയാൻ പറ്റും. നന്ദി, നമസ്കാരം.